സിജോന് കിട്ടിയ പേപ്പറിൽ ഉണ്ടായിരുന്നത് ബിഗ് ബോസ് ഹൗസില് മികച്ച ഗെയിം സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി ആരാണെന്നായിരുന്നു. സിജോ സായിയുടെ പേരാണ് പറഞ്ഞത്. സായി ഇവിടെ എല്ലാരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അവൻ ഓരോരുത്തരെയും മനസ്സിലാക്കുകയും അവരുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി മർമ്മം നോക്കി അടിക്കുക എന്ന രീതിയിലാണ് സായി മുന്നോട്ട് പോകുന്നത്. അതവൻ കൃത്യമായി ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ട്രാറ്റജികളുമായിട്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് സായിയാണെന്ന് സിജോ പറയുന്നുണ്ട്. എന്നാൽ ഇതേ ചോദ്യം പ്രേക്ഷകരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 20% ആൾക്കാർ പോലും പറയാത്ത പേരായിരിക്കും സായിയുടേത്. കാരണം ബിഗ് ബോസിന് വേണ്ടത് റിയൽ ആയിട്ട് നിൽക്കുന്ന മികച്ച ഒരു കണ്ടസ്റ്റന്റിനെയാണ്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഇത്രയുമൊക്കെ നെഗറ്റീവ് കാണിച്ചിട്ടും ജാസ്മിൻ അവിടെ പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം തന്നെ ജാസ്മിൻ അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ സായി സ്വീകരിച്ചിരിക്കുന്നത് സമാധാനത്തിന്റെ ഒരു പാതയാണ്. ഇത് ഒരു മികച്ച ഗെയിമർ എന്ന പദവിയിൽ നിൽക്കാൻ അനുയോജ്യമായ ഒരു കാര്യമല്ല. കാരണം അവിടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുകയും അഭിപ്രായം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുമ്പോഴാണ് പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യുന്നത്. പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കാനും വിന്നറാകാനും കഴിയുകയുള്ളൂ.